Event invitation. This might be the most wanted discourse in the SSLC study circles right now. നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്ത നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിസ്കോഴ്സ് ആണ് ഇവന്റ് ഇൻവിറ്റേഷൻ. നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഇവന്റ് ഇൻവിറ്റേഷൻ എഴുതേണ്ടതെന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയി നമ്മൾ ഈ വീഡിയോയിൽ പറയും. ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് ആദ്യം സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഇവന്റ് ഇൻവിറ്റേഷന്റെ ഒരു ചോദ്യം നോക്കിയാലോ. യു പ്ലാൻ ടു ഇൻവൈറ്റ് ശ്രീകാന്ത് ബൊല്ല as the chief guest of a function at your school. So you keep it very simple. നിങ്ങൾ ആരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്? ശ്രീകാന്ത് ബൊല്ലെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തിനാ ഇൻവൈറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ ഗസ്റ്റ് ആയിട്ട്. എന്ത് ഫംഗ്ഷൻ ആണത്? ഓൺ ദി ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് നിങ്ങളുടെ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രീകാന്ത് ബൊല്ലയെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആ ഇവന്റിലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് ഇവന്റ് ഇൻവിറ്റേഷൻ. 3rd ഡിസംബറിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. പ്രിപ്പയർ ആൻ ഇവന്റ് ഇൻവിറ്റേഷൻ ഫോർ ദ പ്രോഗ്രാം ഗിവിംഗ് ദ നെസസറി ഡീറ്റെയിൽസ്. അതായത് ഈ ഇവന്റ് ഇൻവിറ്റേഷൻ കണ്ടിട്ട് ശ്രീകാന്ത് ബൊല്ല തീരുമാനിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അരുണാചലം മുരുകാനന്ദത്തിനാണ് അയക്കുന്നതെങ്കിൽ അരുണാചലം മുരുകാനന്ദം തീരുമാനിക്കും ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണോ വേണ്ടോ, എവിടെ നിന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവന്റ് ഇൻവിറ്റേഷൻ വെച്ചിട്ടാണ്. സർ, ഇവിടെ കൊടുത്തിട്ടുള്ളത് നെസസറി ഡീറ്റെയിൽസ് വേണമെന്നാണ്. എന്തൊക്കെയാണ് ഈ നെസസറി ഡീറ്റെയിൽസ്? ഡോണ്ട് വറി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 52 വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ അത് വെച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് ഭയങ്കര ഫോമൽ ആയിരിക്കും. ആ ലാംഗ്വേജ് നിങ്ങൾ 1-2 തവണ, അല്ലെങ്കിൽ ആ സെന്റൻസുകൾ നിങ്ങൾ 1-2 തവണ കൃത്യമായി വായിച്ച് എഴുതി പഠിക്കണം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവന്റ് ഇൻവിറ്റേഷനിൽ ഫുൾ മാർക്ക് കിട്ടും. അത് നാച്ചു സാർ തരുന്ന പ്രോമിസ് ആണ്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, കാര്യത്തിലേക്ക് പോവാം. ഒരു ഇവന്റ് ഇൻവിറ്റേഷനിൽ ആദ്യം എന്താണ് വേണ്ടത്? ടൈറ്റിലാണ് വേണ്ടത്. ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ടൈറ്റിൽ ഉണ്ടാവേണ്ടത്. ഒന്ന്, നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഹൂ ഈസ് ഓർഗനൈസിംഗ് ദ പ്രോഗ്രാം, who is conducting the program. 2, നെയിം ഓഫ് ദ ഇവന്റ്. നമ്മൾ പണ്ട് 9ാം ക്ലാസ്സിൽ നോട്ടീസ് എഴുതുന്നില്ലേ, അതേ ഫോർമാറ്റ് ആണ് തുടക്കത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈറ്റിൽ എഴുതുന്നു. അങ്ങനെ തന്നെ നമ്മളങ്ങ് പഠിക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. അതാകുമ്പോൾ ഈ വീഡിയോ അവസാനം ആകുമ്പോഴത്തേക്കും നിങ്ങളും കോൺഫിഡൻ്റ് ആവും. സോ ABC പബ്ലിക് സ്കൂൾ ഇടുക്കി, ഇതാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. സോ ഞാൻ സാധാരണ പണ്ടൊക്കെ കോഴിക്കോട് നിന്ന് എഴുതാറ്. സോ ആ റീജിയണലിസം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇനി ഓരോ ഡിസ്കോഴ്സിലും ഓരോ ജില്ല തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. ABC പബ്ലിക് സ്കൂൾ ഇടുക്കി കഴിഞ്ഞോ? ടൈറ്റിൽ കഴിഞ്ഞോ? ഇല്ല. എന്തുകൂടെ വേണം? പ്രോഗ്രാമിന്റെ പേരുകൂടെ വേണം. എന്താണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് സെലിബ്രേഷൻ ഓർ ഒബ്സർവേഷൻ. ഇതാണ് ടൈറ്റിൽ. നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, നെയിം ഓഫ് ദ ഇവന്റ്, ഇവന്റിന്റെ പേര്. നെക്സ്റ്റ്, സാല്യൂട്ടേഷൻ, അഭിസംബോധനയാണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്? ഇവിടെ ശ്രീകാന്ത് ബൊല്ല, അതുകൊണ്ട് റെസ്പെക്റ്റഡ് മിസ്റ്റർ ശ്രീകാന്ത് ബൊല്ല. അരുണാചലം മുരുകാനന്ദം ആണെങ്കിൽ റെസ്പെക്റ്റഡ് മിസ്റ്റർ അരുണാചലം മുരുകാനന്ദം. സ്പിൽമാൻ ആണെങ്കിൽ റെസ്പെക്റ്റഡ് മിസ്റ്റർ വ്ളാഡിസ്വാഫ് സ്പിൽമാൻ. ഓക്കെ, അങ്ങനെ കൊടുക്കുന്നു. 3ാമത്തെ സ്റ്റെപ്പ് ഇൻട്രൊഡക്ഷൻ ആണ്. വെരി ക്രൂഷ്യൽ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും അതാണ് ആക്ച്വലി ഇവന്റ് ഇൻവിറ്റേഷന്റെ ബോഡി, അല്ലെങ്കിൽ മേജർ പാർട്ട് എന്ന് പറയുന്നത് ഈ ഇവന്റ് ഇൻവിറ്റേഷന്റെ എന്താണ്? ബോഡിയാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആണ്. എന്തൊക്കെ വരണം അതിൽ? ശ്രദ്ധിച്ചു കേട്ടോളെ. ഒന്ന്, വാട്ട് ഈസ് ദ ഇവന്റ്, എന്താണ് പ്രോഗ്രാം എന്നുള്ളത് ശ്രീകാന്ത് ബൊല്ലയ്ക്ക് അറിയണം. 2, വെൻ, ഡേറ്റും വേണം, ടൈമും വേണം. 3, വേർ, എവിടെ വെച്ചാണ് നടക്കുന്നത്. 4, ഹു, ആരാണിത് ഹോസ്റ്റ് ചെയ്യുന്നത്, ആരാണിത് ഓർഗനൈസ് ചെയ്യുന്നത്, ആരൊക്കെ ഗസ്റ്റ് ആയിട്ടുണ്ട്. വൈ, എന്തിനാണ് നടത്തുന്നത്, എന്താണ് ഈ പ്രോഗ്രാമിന്റെ റെലവൻസ്, ഇമ്പോർട്ടൻസ്. ഹൗ, വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നോക്കാലോ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ ഇൻവിറ്റേഷൻ തുടങ്ങുമ്പോൾ, ഈ ബോഡി തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു പ്രോപ്പർ ബിഗിനിങ് വേണം. അതിനുവേണ്ടി നമ്മൾ ഈ സെന്റൻസ് ഓർമ്മിച്ച് വെക്കുന്നു. വി ആർ ഡിലൈറ്റഡ് ടു ഇൻഫോം യു ദാറ്റ്. വി ആർ ഡിലൈറ്റഡ് ടു ഇൻഫോം യു ദാറ്റ്. നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതിൽ ശ്രീകാന്ത് ബൊല്ല ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഡിലൈറ്റഡ് ടു, ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ്. എന്ത്? Our school is celebrating the International Day of Persons with Disabilities. Our school is celebrating International Day of Persons with Disabilities. അടുത്തത് നമ്മൾ എപ്പോൾ എന്ന് പറയാണ്. അവിടെ കൃത്യമായ ഡേറ്റ്, അതായത് തീയതി, അതായത് ഡേറ്റ്, മന്ത്, ഇയർ തന്നുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട്. കാരണം December 3 നമുക്കറിയാം, ഈ വർഷം അതുകൊണ്ട് 2025. നമ്മൾ എന്ത് ചെയ്യുന്നു? 3rd December 2025. എന്നിട്ട് സമയം അതിന് മുമ്പ് അറ്റ് ചേർക്കുന്നു. at 10 AM. അപ്പോൾ വെന്നായി. വാട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സ്കൂള് ഇന്നൊരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്.
അതിന്റെ മുമ്പിൽ ഇത് ചേർക്കുന്നു. ദെൻ വെന്ന് നമ്മൾ പറഞ്ഞു, വേർ ഇനി പറയണം. എവിടെ വെച്ചിട്ടാണ്? ഇൻ ദി ABC പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയം. ABC പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ടു സ്പ്രെഡ്, അതിന്റെ കൂടെ നമ്മളങ്ങ് പറയുന്നത്. അവിടെ വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ സെപ്പറേറ്റ് പറയാൻ പോവാണ്. ഇത് അതിന്റെ കൂടെ പറയണത് ടു സ്പ്രെഡ് അവയർനെസ് ആൻഡ് പ്രൊമോട്ട് ഇൻക്ലൂസിവിറ്റി. അതായത് ഈ പറയുന്ന പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ചിലപ്പോൾ ഒരു രണ്ടാം കിട പൗരന്മാരായിട്ട് ആളുകൾ ചിലപ്പോൾ കാണുന്നുണ്ട്. അതൊരു മിസ്റ്റേക്കൺ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ആൾക്കാർക്ക് എന്ത് വേണം? അവയർനെസ് വേണം, ബോധവൽക്കരണം വേണം, പിന്നെയോ ഇൻക്ലൂസിവിറ്റി വേണം. എന്താ ഇൻക്ലൂസിവിറ്റി എന്ന് വെച്ചാൽ പഠിച്ചു വെച്ചോ, എല്ലാവരെയും ഉൾപ്പെടുത്തണം, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി വേണം. അത് ഒരാൾ ഡിസേബിൾഡ് ആയതുകൊണ്ട് അയാൾ എന്ത് ചെയ്യരുത്? എക്സ്ക്ലൂഡ് ചെയ്യരുത്, മാറ്റി നിർത്തരുത്, ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂസിവിറ്റി എന്നാണ് അതിന് പറയാം. അപ്പൊ എന്തിനാണ്? ടു സ്പ്രെഡ് അവയർനെസ് ആൻഡ് പ്രൊമോട്ട് ഇൻക്ലൂസിവിറ്റി. ഇത് എക്സ്ട്രാ ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ദ ഇവന്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ, അടുത്ത ചോദ്യം എന്താണ്? ആരാണിത് ഹോസ്റ്റ് ചെയ്യുന്നത്? ദ ഇവന്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ ABC പബ്ലിക് സ്കൂൾ. ABC പബ്ലിക് സ്കൂൾ ആണ് ഓണർ ചെയ്യുന്നത്. ഇനി വൈ എന്നാണ് അടുത്ത ചോദ്യം. ഹൂ നമ്മളെ അഡ്രസ് ചെയ്തു, വൈ എന്തിന്? രണ്ട് കാര്യം പറയണം. എന്തിനാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്? രണ്ട്, എന്തിനാണ് നിങ്ങൾ വരുന്നത്? എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കർ വിളിച്ചാൽ പോരെ, പക്ഷേ ഈ ദിവസം സച്ചിൻ ടെണ്ടുൽക്കർ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഇത് രണ്ടും പറയാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചോളെ. വി വുഡ് ബി ഓണേർഡ് ടു ഹാവ് യു ആസ് അവർ ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നില്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു ഓണർ ആയിരിക്കും, ഞങ്ങൾക്കൊരു ആദരവായിരിക്കും. വി വുഡ് ബി ഓണേർഡ്, ഞങ്ങൾ ആദരിക്കപ്പെടുന്നത് പോലെ ആയിരിക്കും ടു ഹാവ് യു, നിങ്ങളെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് കിട്ടുന്നതിൽ. ആ സെന്റൻസ് പഠിച്ചു വെക്കണേ. യുവർ ലൈഫ് സ്റ്റോറി പറയാണ്. എന്തിനാ നിങ്ങൾ തന്നെ വരുന്നത്? വേറൊരാളെ വിളിച്ചാൽ പോരെ. യുവർ ലൈഫ് സ്റ്റോറി ആൻഡ് വിഷൻ, നിങ്ങളുടെ ജീവിതകഥയും നിങ്ങളുടെ കാഴ്ചപ്പാടും വിൽ ഇൻസ്പയർ അവർ സ്റ്റുഡൻസ് ആൻഡ് കമ്മ്യൂണിറ്റി. നമ്മുടെ സ്റ്റുഡൻസിനെയും നമ്മുടെ കമ്മ്യൂണിറ്റിനെയും എന്ത് ചെയ്യും? ഇൻസ്പയർ ചെയ്യും, അവരെ മോട്ടിവേറ്റ് ചെയ്യും. ഇനി എന്തിനാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഓർമ്മിച്ചേക്കാം. വൈ എന്ന് പറയുമ്പോൾ എന്തിനും നിങ്ങൾ വരണം. രണ്ട്, എന്തിനാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്? ദിസ് ഡേ, ഈ ദിവസം എന്തിനാണ്? ദിസ് ഡേ റിമൈൻഡ്സ് us, ഈ ദിവസം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്ത്? ടു എംപവർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസിൽ ആളുകളെ എംപവർ ചെയ്യണം, അവരെ കൂടുതൽ ശാക്തീകരിക്കണം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ടു ഗീവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ, എല്ലാവർക്കും എന്ത് കൊടുക്കണം? ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒരു സാധനം ഉണ്ട്, ഹൗ, അതായത് അതർ ഡീറ്റെയിൽസ് ഓഫ് ദ ഇവന്റ്. ഈ ഇവന്റിൽ എന്നെ വിളിക്കുന്നുണ്ട്, ശ്രീകാന്ത് ബലി വിളിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് പ്രോഗ്രാം, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കിക്കോളെ. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. ദ പ്രോഗ്രാം വിൽ ഹാവ് എ വെൽക്കം അഡ്രസ്. ഈ പ്രോഗ്രാം വിൽ ഹാവ്, ഈ പ്രോഗ്രാമിൽ ഉണ്ടാവും എന്ത്? ഒരു സ്വാഗത പ്രസംഗം. പിന്നെയോ അടുത്തത് യുവർ കീ നോട്ട് സ്പീച്ച്, നിങ്ങളാണ് കേട്ടോ മുഖ്യ പ്രഭാഷണം. കീ നോട്ട് സ്പീച്ച് എന്ന് വെച്ചാൽ എന്താണ്? മുഖ്യ പ്രഭാഷണം. ഒരു വെൽക്കം സ്പീച്ച് ഉണ്ടാവും, ഞങ്ങൾ ആരെങ്കിലും കൊടുക്കും. പിന്നെയോ നിങ്ങളുടെ മുഖ്യ പ്രഭാഷണം ഉണ്ടാവും. പിന്നെ കൾച്ചറൽ പെർഫോമൻസസ് ഉണ്ടാവും, ഫെലിസിറ്റേഷൻ നന്ദി പ്രഭാഷണം ഉണ്ടാവും, വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ടാവും. ഫെലിസിറ്റേഷൻ ആശംസ ഉണ്ടാവും, വോട്ട് ഓഫ് താങ്ക്സ് നന്ദി പ്രഭാഷണം ഉണ്ടാവും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഏകദേശം ഇതുപോലെ ഉണ്ടാവണം ഒരു പാസേജ് വേണം. ആൻഡ് ഈ ഡിസ്കോഴ്സിന്റെ പേരെന്താ? ഇവന്റ് ഇൻവിറ്റേഷൻ. അപ്പൊ നമ്മൾ വളരെ ഫോർമൽ ആയിട്ട് വളരെ ബഹുമാനത്തോടു കൂടെ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? ഇൻവൈറ്റ് ചെയ്യണം. എങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നത് കാണണം. വി ആർ ഷുവർ, ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്ത്? യുവർ ലൈഫ് ആൻഡ് യുവർ വേർഡ്സ് ഓഫ് വിസ്ഡം, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അറിവ് നിറഞ്ഞ വാക്കുകളും വേർഡ്സ് ഓഫ് വിസ്ഡവും വിൽ ഇൻഡീഡ് എന്ന് വെച്ചാൽ തീർച്ചയായും ഉറപ്പായും ബി ആൻ ഇൻസ്പിരേഷൻ ഫോർ ജനറേഷൻസ് ടു കം. വരാൻ പോകുന്ന ജനറേഷൻസിന്, അതായത് കുട്ടികൾക്ക് നിങ്ങളുടെ എന്താ പറയുക, ലൈഫ് സ്റ്റോറിയും നിങ്ങളുടെ വേർഡ്സ് ഓഫ് വിസ്ഡം ഉറപ്പായിട്ടും ഇൻസ്പിരേഷൻ ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയാം. ഇത് എവിടുന്നാണ് രാജു സാറിന് കിട്ടിയെന്നറിയോ? ഇത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 58 ഫീനിക്സ് റൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അവസാനത്തെ പാട്ടാണെന്ന്. ഓക്കെ, വി ആർ ഷുവർ യുവർ ലൈഫ് ആൻഡ് യുവർ വേർഡ്സ് ഓഫ് വിസ്ഡം വിൽ ഇൻഡീഡ് ബി ആൻ ഇൻസ്പിരേഷൻ ഫോർ ജനറേഷൻസ് ടു കം. ഞാൻ ആക്ച്വലി സൈലത്തിന്റെ അസ്ത്രാബാസിൽ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ സെന്റൻസുകളൊക്കെ ഓർമ്മിച്ച് വെച്ചാൽ നല്ലതാണ്. അവിടെയാണ് നമ്മളൊരു അപ്പർ ഹാൻഡ് ഉണ്ടാകും, ഒരു എഡ്ജ് നമുക്ക് കിട്ടുന്നത്. ബാക്കി എല്ലാ പേപ്പേഴ്സിലും ഓർഡിനറി ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് കാണുമ്പോൾ ടീച്ചർക്ക് സന്തോഷം തോന്നണം, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ടീച്ചറെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ വൊക്കാബുലറി ബിൽഡ് ചെയ്യാനും. ഇനി ഇതാണ് പ്രോപ്പർ ഇൻവിറ്റേഷൻ. നോക്കിയോളെ, വി കോഡിയലി ഇൻവൈറ്റ് യു, ഞങ്ങൾ കോഡിയലി നിങ്ങളെ വളരെ എന്താ പറയുക കോഡിയലായിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ടു ഗ്രേസ് ദ ഒക്കേഷൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ടു
അറ്റൻഡ് ദി ഇവന്റ് എന്ന് പറഞ്ഞാൽ മതി. വി കോഡിയലി ഇൻവൈറ്റ് യു അല്ലെങ്കിൽ വി ഇൻവൈറ്റ് യു ടു അറ്റൻഡ് ദി ഇവന്റ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് അറ്റൻഡ് ദി ഇവന്റ്, അത് കുറച്ചുകൂടി രസത്തിൽ എങ്ങനെ പറയാം, വി കോഡിയലി ഇൻവൈറ്റ് യു ടു ഗ്രേസ് ദ ഇവന്റ്. ഈ ഇവന്റ്, ഈ ഫംഗ്ഷൻ അലങ്കരിക്കാൻ നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഗ്രേസ് ചെയ്യപ്പെടും. ആൻഡ് മോട്ടിവേറ്റ് എവ്രി വൺ പ്രസന്റ്, അല്ലെ, പ്രസന്റ് ആവുന്ന വരുന്ന എല്ലാ ആളുകളെയും മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടി ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ ഈ ഇവന്റ് ഇൻവിറ്റേഷൻ നിങ്ങൾ എപ്പോഴാണോ ടൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതി അയക്കുന്നത് ആ ഡേറ്റും ആ പ്ലേസും, അതായത് പ്രോഗ്രാമിന് മുമ്പുള്ള ഒരു ദിവസം. റൈറ്റ് സൈഡിൽ ആരാണോ ഇത് അയക്കുന്നത്, സിഗ്നേച്ചർ എന്ന് പറയുന്നുണ്ട്, സിഗ്നേച്ചർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ആരാണ് അയാളുടെ ഡെസിഗ്നേഷൻ കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എന്ത് പറയുന്നു, പ്ലേസ് ആൻഡ് ഡേറ്റ് ആണ്. പ്ലേസ് കഴിഞ്ഞ ഡേറ്റ് ഇടുക്കി, പ്ലേസ് ഡേറ്റ്. നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് 3rd ഡിസംബറാണ്, അതിന് മുമ്പുള്ള ഒരു ഡേറ്റ് 27 നവംബർ 2025. റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു, ഡെസിഗ്നേഷൻ, ആരാണോ ഇത് അയക്കുന്നത്. ഇവന്റ് ഇൻവിറ്റേഷൻ ഒരാളായിരിക്കുമല്ലോ അയക്കുന്നത്, ആ സ്കൂളിനെ അല്ലെങ്കിൽ ക്ലബിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്. സോ സെക്രട്ടറി, ഇംഗ്ലീഷ് ക്ലബ്, ABC പബ്ലിക് സ്കൂൾ. ഇത്രയേ ഉള്ളൂ എന്ത്, ഇവന്റ് ഇൻവിറ്റേഷൻ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ? ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്സിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഓഗസ്റ്റ് 17-ാം തീയതി വൈകുന്നേരം 7:15 ഞാനും JD സാറും കൂടെ ഒരു മെഗാ മാരത്തണിൽ വരുന്നുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഉറപ്പായിട്ടും ആ ലൈവ് നിങ്ങൾ മിസ് ചെയ്യരുത്. താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ പീപ്പിൾ, ഐ വിൽ സീ യു ദെയർ. താങ്ക് യു.